നമസ്കാരം. ഞാൻ ഡോക്ടർ രാജേശ്വരി കുഞ്ഞമ്മ, ബോധി കൗൺസിലിംഗ് ആൻഡ് കൺസൾട്ടൻസിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. സാധാരണയായി ഫിലോസോഫിക്കലായാലും കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഫാമിലി പ്രോബ്ലം, ഇവയെക്കുറിച്ചൊക്കെയുള്ള ചില സംശയങ്ങൾ ചോദ്യരൂപേണ എനിക്ക് കിട്ടാറുണ്ട്. കഴിയുന്നതും വേഗം ഞാനതിന് മറുപടിയും അയക്കാറുണ്ട്. ഈ അടുത്ത സമയത്തായി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അവേക്കനിങ് വിത്ത് ടീച്ചർ എന്ന് ടൈപ്പ് ചെയ്ത് അതിൽ കയറിയാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ല് ക്ലിക്ക് ചെയ്യാം, കമൻസും എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനും കേൾക്കാനും കഴിയും. ഇനി ഇന്നത്തെ ചോദ്യത്തെക്കുറിച്ച് പറയാം. ഒരാൾ എനിക്ക് എഴുതിയിരിക്കുകയാണ്, ഇറസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വമില്ലായ്മ ഒരു വലിയ മാനസിക രോഗമാണോ? എനിക്കതിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ പഴി കേൾക്കാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നിരുത്തരവാദിത്വം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയ മാനസിക രോഗമൊന്നുമല്ല. നമ്മൾ വളർന്ന ചുറ്റുപാട്, നമ്മളുടെ പേരൻസുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള അഭിപ്രായങ്ങൾ, നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മളൊന്ന് ചെയ്തോ ചെയ്തില്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വളർന്നു വരുന്ന സമയത്ത് നമ്മളിലുണ്ടാക്കിയ ഒരു വ്യതിയാനം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം. നമ്മുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അമ്മ നമ്മളെ വഴക്ക് പറയും, നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ ചെന്ന് കതക് ശക്തിയായി അടയ്ക്കുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വലിച്ച് താഴേക്കിടുന്നു. ഇങ്ങനെ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് ചോദിക്കും, എന്താ അവിടെ ശബ്ദം കേട്ടത്? കാറ്റ് വന്ന് കഥ കടന്നതാ, അല്ലെങ്കിൽ പൂച്ച തള്ളിയിട്ടതാണ്. ഇങ്ങനെ ആരുടെയെങ്കിലും തലയിലേക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ കെട്ടിവെക്കും. അതൊരു തമാശ രൂപേണ നമ്മൾ എടുക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്നുള്ള ഭയം കൊണ്ടാകാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അമ്മ എടുത്ത് ചെന്ന് സമാധാനത്തിൽ സോറി എന്ന് പറയാനുള്ള മടി കൊണ്ടായിരിക്കാം. ഇതേപോലെ തന്നെയാണ് നമ്മൾ പന്ത് കളിക്കുമ്പോൾ ഗ്ലാസ്സുകൾ പൊട്ടിക്കുക. വൈകിട്ട് അച്ഛൻ വരുമ്പോൾ നമുക്കും നമ്മുടെ അനിയത്തിക്കുമായിട്ട് പെൻസിൽ ബോക്സോ പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുതരും. വീതിച്ച് 2 പേർക്കും തരും. നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ പെൻസിൽ ബോക്സ് താഴെ വീണ് പൊട്ടി. അപ്പോൾ നമ്മൾ പറയും, അനിയത്തിക്കുട്ടിയുടെ പെൻസിൽ ബോക്സ് പൊട്ടിയിട്ടോ. അച്ഛനും അമ്മയും ഇത് കേട്ട് ചിരിക്കും, അമ്പട വീര, നിന്റെ അല്ലേ പൊട്ടിച്ചത് എന്നൊക്കെ പറഞ്ഞ് അത് ഒരു തമാശ രൂപത്തിൽ നമ്മളെടുക്കും. ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല. ചില കുട്ടികളിൽ അല്ലെങ്കിൽ ചില വ്യക്തിത്വങ്ങളിൽ വളർന്നു വരുന്ന സമയത്ത് ചെയ്ത കുറ്റങ്ങൾ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്തു അത് തെറ്റാണെങ്കിൽ സോറി എന്ന് പറയാനോ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ നമുക്ക് പറ്റാതെ വരും. അതേപോലെ തന്നെ ചെറുപ്പത്തിൽ നമ്മളെ ഒരു ജോലിയും ചെയ്യിക്കാതെ റെസ്പോൺസിബിലിറ്റി തരാതെ നമ്മളെ വളർത്തുകയാണെങ്കിൽ നമ്മൾ ഭാവിയിൽ നമ്മുടെ ജോലിയിലൊക്കെ ഇറസ്പോൺസിബിലിറ്റി കാണിക്കും. അപ്പോൾ ഇത് മാറ്റിയെടുത്തേ പറ്റൂ. നമ്മളുടെ കാര്യത്തിൽ ഇപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾക്ക് തന്നെ ഇതൊരു രോഗമാണോ എന്നൊക്കെ ചോദിച്ചു. നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഇതൊരു മാറ്റം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഒരു വണ്ടിയിൽ പോകുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ വണ്ടിക്കകത്ത് ചില ശബ്ദങ്ങൾ കേട്ടാൽ ഇതേത് ഭാഗത്ത് നിന്നാണ് വരുന്നത്, ഏത് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ടയറിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ ഒരു ഡ്രൈവർക്ക് കഴിയുകയാണെങ്കിൽ നല്ല ഒരു അനുഗ്രഹമല്ലേ? അപ്പോൾ അത് നമുക്ക് വർക്ക്ഷോപ്പിൽ കാണിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് വരുന്ന ഓരോ വ്യക്തിത്വത്തിൽ വരുന്ന വൈകല്യങ്ങളും വ്യതിയാനങ്ങളും നമുക്ക് തന്നെ മനസ്സിലാക്കുക എന്ന് പറയുകയും അതനുസരിച്ച് നമ്മൾ ആരെങ്കിലും കൺസൾട്ട് ചെയ്ത് ശരിപ്പെടുത്തി എടുക്കുകയും ചെയ്യുക എന്നുള്ളതൊരു നല്ല കാര്യം തന്നെയാണ്. ഇനി കുട്ടികളുടെ കാര്യമാണെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ അവർക്ക് കൊടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് അവരുടെ ഉത്തരവാദിത്തത്തിൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ അവരെ പഠിപ്പിക്കുക. പിന്നെ കൺഗ്രുവൻസ്, പറയുന്ന വാക്കും പ്രവൃത്തിയും ഒരുപോലെയാകുക, റെസ്പോൺസിബിലിറ്റി, ടോളറൻസ്, ഇങ്ങനെ അക്കൗണ്ടബിലിറ്റി, ഇങ്ങനെ ചില സ്കില്ലുകളാണ് ഇതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ അവരെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്.
പുസ്തകം അടുക്കി വയ്ക്കുന്ന കാര്യമായാലും വീട് വൃത്തിയാക്കുന്ന കാര്യമായാലും അല്ലെങ്കിൽ ഒരു കാര്യം എന്തെങ്കിലും ചെയ്ത് ഓർഗനൈസേഷൻസിൽ ചെറിയ രീതിയിൽ പ്രവർത്തിപ്പിച്ചായാലും കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ. ഇവിടെയാണ് ഇപ്പം കൊറോണ തന്നെ വന്ന സമയത്ത് നമുക്ക് അസുഖം വന്നു പോയി, നമ്മളെന്ത് ചെയ്തു? ചികിത്സിച്ചു. ഇനി കൊറോണ പിടിപെടാത്തവർക്കും അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്കും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രതിരോധ കുത്തിവെപ്പ് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശുഭസൂചകമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ തന്നെ കുട്ടികളിലും ഇങ്ങനെ തന്നെ വ്യത്യാസപ്പെടുത്തിയേ പറ്റൂ. ഇപ്പോൾ ആണ് ഞാൻ സ്കൂളിൽ പോയ കാര്യം ടീച്ചർ പറഞ്ഞത് ഓർമ്മിക്കുന്നത്. ടീച്ചർ മഹാത്മാഗാന്ധിയെക്കുറിച്ച് എങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലാർക്കെങ്കിലും മഹാത്മാഗാന്ധിയെ ആരാണ് വെടിവെച്ചതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഒരു കുട്ടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അത് ഞാനല്ല ടീച്ചർ. ടീച്ചർക്കപ്പോൾ അത് ധിക്കാരമായ ഒരു മറുപടിയായിട്ട് തോന്നി. ടീച്ചർ കുട്ടിയുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇതാണ് സംഭവം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരിയാണ് ടീച്ചറെ, കുട്ടി പറഞ്ഞത് ശരിയല്ലേ? ആ കുട്ടിയല്ല, അവൻ സത്യമേ പറയൂ. ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്വപരമായ പേരൻസിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ പോലും കുട്ടികളെ, ചില വ്യക്തിത്വങ്ങളെ പ്രത്യേകം എടുത്തു പറയാം, എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല, വ്യതിയാനം ഭാവിയിൽ ഉണ്ടാക്കുന്നു. അവർ ഉത്തരവാദിത്വമില്ലാത്തവരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിന് ഉത്തരവാദിത്വം ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മുടെ കുട്ടികൾ വളരണമെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിലായാലും ഇത്തരം റെസ്പോൺസിബിലിറ്റി എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതായാലും പരിശീലിപ്പിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് പരിശീലനമല്ലാതെ വേറൊരു പോംവഴിയില്ല. ഇവിടെ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അടുത്ത ചോദ്യമായി അടുത്ത ആഴ്ച. നന്ദി.